ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് ശക്തമായ ഡയലോഗുകൾ അടിച്ച് കയ്യടി നേടുന്ന നേതാവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഏറ്റവും ഒടുവിലായി അദ്ദേഹം നടത്തിയ പ്രസംഗം വൈറലാവുകയും അറബ് ലോകം ഒന്നടങ്കം കൈയടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിയിൽ പ്രതികരണം നടത്തിയപ്പോഴാണ് പാശ്ചാത്യ ലോക നേതാക്കളെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഫറവോയോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. അറസ്റ്റ് വാറന്റ് പോരാ, വധശിക്ഷയാണ് നെതന്യാഹുവിന് നൽകേണ്ടതെന്നും ഖമേനി അഭിപ്രായപ്പെട്ടു. ഇസ്രയേലിന്റെ എല്ലാ ക്രിമിനൽ നേതാക്കൾക്കും വധശിക്ഷ നൽകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ഗാസയ്ക്കെതിരായ വ്യാപകവും ആസൂത്രിതവുമായ ആക്രമണത്തിന്റെ ഭാഗമായി കൊലപാതകം, പീഡനം, പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിച്ചത് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നെതന്യാഹുവും ഗാലന്റും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കോടതി അഭിപ്രായപ്പെടുന്നത്. ഹിപ്പോകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നടന്ന യുദ്ധത്തിൽ 3576 വർഷങ്ങൾക്ക് മുൻപ് തെക്കൻ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവോ സെക്കനേര താവു കൊല്ലപ്പെട്ടത് അതിക്രൂരമായാണെന്നുള്ള പഠനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പരാമർശം. ധീരൻ എന്നറിയപ്പെടുന്ന ആ ഈജിപ്ഷ്യൻ ഭരണാധികാരിയുടെ മമ്മിയുടെ CT സ്കാനിങ്ങിലൂടെയാണ് പുരാവസ്തു ഗവേഷകർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പലസ്തീൻ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഹൈക്കോസോസ് സെക്കനേര താവോയുടെ കീഴിലുള്ള തെബസിലെ ഹിപ്പോപ്പൊട്ടാമസുകളെ ചൊല്ലിയുള്ള തർക്കമാണ് യുദ്ധത്തിൽ കലാശിച്ചത്. 17ാം രാജവംശത്തിന്റെ കാലത്ത് 1560-1555 BC വരെയാണ് സെക്കനേര താവോ ദക്ഷിണ തബാൻ മേഖല ഭരിച്ചത്. ഇതേ കാലത്ത് തന്നെ സെക്കനേരയുടെ അധീന പ്രദേശത്തോട് ചേർന്ന മധ്യ ഈജിപ്ത് ഭരിച്ചിരുന്നത് പലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ഹൈക്കോസോസ് രാജാക്കന്മാരായിരുന്നു. സെക്കനേരയുടെ കീഴിലെ തെബാസിലുള്ള ഹിപ്പോപ്പൊട്ടാമസ് കുളത്തിൽ നിന്നുള്ള ശബ്ദം രൂക്ഷമാണെന്നും രാത്രി പോലും ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്നും കാണിച്ച് ഹൈക്കോസോസ് രാജാവായ അപ്പോഫിസ് സെക്കനേരയ്ക്ക് കത്തയച്ചിരുന്നു. തുടർന്നുണ്ടായ യുദ്ധത്തിനിടെയാണ് സെക്കനേരയും മകൻ കാമോസയും കൊല്ലപ്പെട്ടത്. ഈജിപ്തിനെ വിദേശ ശക്തികളിൽ നിന്നും മോചിപ്പിക്കാനുള്ള സെക്കനേരയുടെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ അമോസ് ഒന്നാമൻ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. സെക്കനേരയുടെ മരണത്തിന് ശേഷം 18-19 വർഷങ്ങൾക്ക് ശേഷമാണ് അമോസ് ഒന്നാമൻ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്ത് സ്വന്തം ഭരണം സ്ഥാപിച്ചത്. സെക്കനേരയുടെ മമ്മി 1881 പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത്. ദേർ എൽ ബഹ്രി എന്നറിയപ്പെടുന്ന ശവകുടീരത്തിൽ നിന്നായിരുന്നു ഈ മമ്മി കണ്ടെത്തിയത്. 1960കളിൽ ഈ മമ്മിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ സെക്കനേരയ്ക്ക് മരണത്തിന് മുൻപ് ആഴത്തിൽ പരിക്കേറ്റിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. അതേസമയം സെക്കനേരയുടെ മമ്മിയുടെ തലയ്ക്ക് താഴെയുള്ള ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. മരണസമയത്ത് സെക്കനേരയ്ക്ക് ഏതാണ്ട് 40 വയസ്സായിരുന്നു പ്രായമെന്നാണ് കരുതപ്പെടുന്നത്. ലഭ്യമായ തെളിവുകൾ വെച്ച് സെക്കനേരയെ യുദ്ധഭൂമിയിൽ വെച്ച് പിടികൂടി ശത്രുസൈന്യം ക്രൂരമായി വധിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പിടികൂടിയ സെക്കനേരയെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിൽ നിർത്തിയാണ് ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കിയതെന്ന് കരുതുന്നു. പിന്നീട് മമ്മിയാക്കിയ ശരീരത്തിലെ കൈകളുടെ ഇരിപ്പ് കണ്ടാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത്. കുറഞ്ഞത് 5 വ്യത്യസ്ത ആയുധങ്ങൾ ഫറവോ സെക്കനേരയ്ക്കെതിരെ എതിരാളികൾ പ്രയോഗിച്ചിരുന്നുവെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്.